ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? എവിടെ രണ്ടും കൂടെ കറങ്ങി നടക്കുന്നത്? കുറെ നാളായിട്ട് നിന്നെ കാണാനില്ല. കാശും വാങ്ങിച്ചോണ്ട് പോയിട്ട് പൈസ ഒന്നും ആയില്ലണ്ണ, നിവർത്തിയില്ലണ്ണ, അതാണ് ഫോൺ എടുക്കാത്തത്. കാശും വാങ്ങി നീ നിന്റെ പെണ്ടാറ്റും കൂടെ സൂചിച്ചപ്പോ ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു. പൈസ ഉടനെ തരാണ്. ആൾക്കാരൊക്കെ നോക്കി നാണം കെടുത്തു. അപ്പോഴെപ്പോഴൊന്നും എന്റെ വീട്ടിൽ വന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയപ്പോഴൊന്നും നിനക്ക് ഈ നാണക്കെട്ടില്ലായിരുന്നല്ലോ. നിനക്ക് കാശ് തരാൻ വയ്യെങ്കിലേ അവളെ കൊണ്ട് എന്റെ വീട്ടിലോട്ട് വിടും ഒരാഴ്ച. ഞാൻ അങ്ങനെയെങ്കിലും മുതലാക്കാമല്ലോ. ചേട്ടാ എന്താടി? ജപ്തി നോട്ടീസ്. വീട് ജപ്തിയിലാണ്. ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. മക്കളെ ഞാൻ സഹായിക്കാത്തൊന്നും അല്ല. അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്, ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇല്ലേടാ. എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. എടാ പിള്ള, എൻ്റെ ഒന്നും ഇല്ല. ഈ കാണുന്ന പളപളപ്പൊക്കെ ഉള്ളത് അല്ല, ഒന്നും ഇല്ലാത്തോണ്ടേ. അവന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. മക്കളെ പറഞ്ഞു കൊടുക്കും. അവൻ കാനഡയിലല്ലേ, അവൻ വിചാരിച്ചെന്തെങ്കിലും നടക്കില്ല. നീ അവനെ വിളി, ചിലപ്പോ അവനെല്ലാം ചെയ്തല്ല. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ദേഹമൊക്കെ ചൊറിയാണ്. ഡോക്ടറെ കണ്ടപ്പോൾ ഈ സ്വർണ്ണ അലർജി എന്നൊക്കെയാണ് പറയണത്. പിന്നെ എല്ലാം പണയത്തില് ഒന്നും ഇല്ലാത്തോണ്ടാണ് ഏട്ടാ. നിങ്ങൾ പോയി, ഞാൻ വിളിച്ച് പറയാമല്ല. മക്കള് പോയി. മക്കളെ ഞാൻ വിളിച്ചത്, എടാ നമ്മളെ വിനീഷില്ലേടാ, എടാ അവൻ നിന്നെ വിളിക്കും. നീ ആവശ്യമില്ലാത്തന്ന് ഏറ്റി പിടിക്കല്ലേ മക്കളെ. അവനെന്തരോ വീട് ജപ്തി എന്നൊക്കെ പറയണ്. ഉള്ളതങ്ങെടുത്ത് കൊടു, തിരിച്ചു കിട്ടൂല. പെട്ട് കിടക്കണ ചെറുക്കനാണ്, തരൂല്ല. അതുകൊണ്ട് അച്ഛൻ പറയണ കേട്ടാ നിനക്ക് കൊള്ളാം. ഓ ശരി. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? എനിക്കറിയില്ല, ആരും നമ്മളെ സഹായിക്കാനില്ല. വീടും ജപ്തിയായി, എനിക്കൊരു ഐഡിയ ഇല്ല. വീണ് കിടക്കുമ്പോഴല്ലേ നമ്മളെ കാര്യങ്ങൾ സഹായിക്കണ്ടേ. ഇങ്ങനെ ആയ എങ്ങനെ ചേട്ടാ? എനിക്ക് ജീവിക്കാനേ തോന്നണില്ല ചേട്ടാ. നമ്മളെ കൊച്ച് നമ്മളില്ലാതെ ഒരു അനാഥനെ പോലെ ജീവിക്കാൻ ചേട്ടാ.